മനസ്സിലാകുന്നില്ല. എന്താ ഈ സംഭവിക്കുന്നത്? PSC എന്താ കുട്ടികളി വല്ലതുമാണോ? സംസ്ഥാനം മുഴുവനുമുള്ള എണ്ണമറ്റ ഒരുപാട് പേരുടെ സ്വപ്നമാണ്, ജീവിതത്തിൽ മുന്നേറ്റം വരുമെന്ന പ്രതീക്ഷയാണ്. ഇവരൊക്കെ ഒരു ദിവസം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം വരുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തെല്ലാം പരിപാടികൾ ഒഴിവാക്കിയാകും ഇവരൊക്കെ എത്തുന്നത് എന്ന്. ശനിയാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി 2 ഘട്ടങ്ങളായി നടത്താനിരുന്ന പരീക്ഷയിലാണ് PSCയുടെ ചരിത്രത്തിലില്ലാത്ത വൻ വീഴ്ച സംഭവിച്ചത്. ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെ നടത്താനിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് രാവിലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്തത്. ആലപ്പുഴയിലെ ഒരു സ്കൂളിലാണ് ചോദ്യപേപ്പർ മാറിയ വിവരം ആദ്യം പുറത്തു വന്നതെങ്കിലും തൊട്ടു പിന്നാലെ മറ്റ് ജില്ലകളിലും ചോദ്യപേപ്പർ ചോർന്നതായി വ്യക്തമായി. കേരളത്തിലെ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾ രാപ്പകലില്ലാതെ പഠിച്ചെഴുതുന്ന പരീക്ഷയുടെ വിശ്വാസ്യതയാണ് ഇപ്പോൾ ചിലർ ചേർന്ന് പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുന്നത്. PSC 10ാം ക്ലാസ് യോഗ്യതയുള്ള വിവിധ തസ്തികകളിലേക്ക് നടത്തിയ പ്രാഥമിക പരീക്ഷാ ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഉയർന്നു വന്ന മാർക്ക് തട്ടിപ്പ് ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ PSC ആസ്ഥാനം കടുത്ത ആശങ്കയിലാണ്. ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളെ വെച്ച് ചൂതാടുന്ന PSCയുടെ ഈ കുട്ടികളിക്കെതിരെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പടരുകയാണ്. സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ റദ്ദാക്കി എന്നാണ് PSCയുടെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും സംസ്ഥാനം മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളോടുള്ള കടുത്ത അനീതി തന്നെയാണിത്. ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ മറ്റെല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും മാറ്റിവെച്ച് പരീക്ഷാ ഹാളിലെത്തിയ ഉദ്യോഗാർത്ഥികളെ PSC അക്ഷരാർത്ഥത്തിൽ കളിപ്പിക്കുക തന്നെയാണ്. ഓരോ വർഷവും സർക്കാർ സർവീസിൽ നിന്ന് എത്രയോ പേരാണ് വിരമിക്കുന്നത്. എന്നാൽ ആ തസ്തികകളിലേക്ക് കൃത്യമായ നിയമനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. KSRTCയിലെ കണ്ടക്ടർ ലിസ്റ്റ് വിളിച്ചിട്ട് വർഷങ്ങളായി. ഇതുപോലെ KCB ഉൾപ്പെടെയുള്ള പ്രധാന ബോർഡിലെ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പിൻവാതിൽ നിയമനങ്ങളും ലിസ്റ്റിടാൻ വൈകുന്ന മനഃപൂർവമായ വൈകിക്കലും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ അതേപടി ആവർത്തിക്കലും തെറ്റായ ഉത്തര സൂചിക നൽകലും ഒക്കെയായി PSCയുടെ കലാവിരുതുകൾ അങ്ങ് വാനോളമാണ്. രാപ്പകലില്ലാതെ ഇരുന്ന് പഠിക്കുന്ന സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് വല്ല വിലയുമുണ്ടോ എന്നാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. ഈ പോക്കാണെങ്കിൽ കേരളത്തിലെ യുവതലമുറയ്ക്ക് വിദേശത്തേക്ക് വണ്ടി കയറുകയല്ലാതെ മറ്റ് വഴികൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇതിനിടയിലാണ് PSCയെ പ്രതിക്കൂട്ടിലാക്കുന്ന പുതിയ ക്രമക്കേട് ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് IG അജിത ബേഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിൽ നിന്നും ഔദ്യോഗികമായി മൊഴിയെടുക്കാൻ തുടങ്ങിയത്. ആസൂത്രണ ബോർഡ് ചീഫ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, DYSP, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ് അന്വേഷണ സംഘം ആദ്യം പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച PSCക്ക് കത്ത് നൽകും. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് ചോർത്തുകയും അവരെ വിജയിപ്പിക്കാൻ ഇന്റർവ്യൂവിൽ അനാവശ്യമായി മാർക്ക് വാരിക്കോരി നൽകുക എന്നുമാണ് പ്രധാന ആരോപണം. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ മൊഴിയും കമ്പ്യൂട്ടർ രേഖകളും PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ഫോൺ കോൾ വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. തിങ്കളാഴ്ച ചേരുന്ന അടിയന്തര PSC യോഗത്തിൽ ഈ വിഷയം പ്രധാന ചർച്ചയാകും. ആഭ്യന്തര വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ ബാഹ്യ ഏജൻസികൾ ഇടപെടേണ്ടതില്ലെന്ന നിലപാടിലാണ് PSC. എന്നാൽ അന്വേഷണത്തെ തടഞ്ഞാൽ സർക്കാർ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന ഭയത്താൽ കോടതിയെ സമീപിക്കാനും PSC നിയമോപദേശം തേടുന്നുണ്ട്. 25 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന PSCയിൽ നടക്കുന്ന അട്ടിമറി, സ്വജനപക്ഷപാതം, ഇന്റർവ്യൂവിലെ തിരികെ കയറ്റൽ എന്നിവ നിസാരവൽക്കരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്. KAS പരീക്ഷയിലടക്കം പരാതി ഉണ്ടെന്നും എല്ലാം കൃത്യമായി പരിശോധിച്ച് PSCയുടെ വിശ്വാസ്യത തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതേസമയം പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തെരുവിൽ കനക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിലാണ് കലാശിച്ചത്. തലസ്ഥാനത്തെ സംഘർഷങ്ങൾക്ക് പിന്നാലെ തൃശൂർ കേരള കലാമണ്ഡലത്തിലും താൽക്കാലിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. എന്നാൽ ഉദ്യോഗാർത്ഥികൾ നൽകിയ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും വരും ദിവസങ്ങളിൽ കൃത്യമായ കേസ് അന്വേഷണത്തിന് സഹായകമാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അർഹതയുള്ള ഉദ്യോഗാർത്ഥികളെ പുറത്തു നിർത്തി സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഈ മാഫിയ സംഘത്തെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.
PSC എന്ന പ്രസ്ഥാനത്തിന്റെ തകർന്ന വിശ്വാസ്യത വീണ്ടെടുക്കാൻ സർക്കാരിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഈ നീക്കങ്ങൾക്ക് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.